പത്തനംതിട്ട തിരുവല്ലയിൽ കഴുത്തിൽ കയർ കുരുങ്ങി ബൈക്ക് യാത്രികൻ മരിച്ച സംഭവത്തിൽ കരാറുകാരൻ അറസ്റ്റിലായി. നിങ്ങൾക്കറിയുന്ന പോലെ ഒരു മരം വെട്ടത്തിൻ്റെ ഭാഗമായിട്ട് റോഡിൻ്റെ രണ്ട് വശത്തേക്കും ഒരു കയർ വളരെ താഴെ പിടിച്ചു കെട്ടിയിരുന്നു. രണ്ട് തൊഴിലാളികൾ അതിൽ തട്ടിയാണ് കവിയൂരിലെ കവിയൂരിലെ ഒരാൾ അവിടെ മരിച്ചത്. ആ ബൈക്ക് യാത്രികൻ കുടുംബവുമായിട്ട് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഈ കയർ കാണാതെ അവിടെ തട്ടി കഴുത്തിൽ കുരുങ്ങി അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. ഈ കാര്യത്തിൽ ഈ തൊഴിലാളികളെ ഏർപ്പെടുത്തിയ കരാറുകാരൻ പി കെ രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. എ വി ജയശങ്കർ നമുക്കൊപ്പം ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കഴുത്തിൽ കുരുങ്ങി സിയാദ് എന്ന ആലപ്പുഴ സ്വദേശി മരിച്ചതിന് പിന്നാലെ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തുടരുകയാണ്. കേസെടുത്തതിന് പിന്നാലെ ഈ എടുത്ത കരാറുകാരനെ പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. തിരുവല്ല കവിയൂർ സ്വദേശി പി കെ രാജൻ്റെ അറസ്റ്റാണ് പോലീസ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉത്തരവാദിത്വവും ഈ കരാറുകാരനെന്നാണ് പോലീസ് പറയുന്നത്. ഒരു സുരക്ഷാ മുന്നറിയിപ്പുമില്ലാതെ റോഡിന് കുറുകെ ഇത്തരത്തിൽ കയറിൽ തട്ടിയാണ് ഈ ആലപ്പുഴ സ്വദേശി സിയാദ് മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കരാറുകാരനെ ഇതിൽ നിന്ന് മാറ്റി നിർത്താനാകില്ലെന്നൊരു നിലപാടാണ് പോലീസിനുള്ളത്. മുഴുവൻ ഉത്തരവാദിത്വവും നിലവിൽ കരാറുകാരൻ്റെ ചുമലിൽ പോലീസ് വയ്ക്കുകയാണ്. കരാറുകാരൻ തന്നെയാണ് ഇതിലെ മുഖ്യപ്രതി എന്ന് പോലീസ് പറയുന്നു. ഈ തൊഴിലാളികളെ മറ്റും പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുത്തിരുന്നു. പക്ഷേ അവർ ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. കൂടുതൽ പരിശോധന ശേഷമായിരിക്കും ഇവരെ പ്രതി ചേർക്കണോ എന്ന കാര്യം പോലീസ് നിലവിൽ തീരുമാനിക്കുക. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എടുത്ത FIR-ൽ കരാറുകാരനെ ഒന്നാം പ്രതിയായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ, സാങ്കേതിക നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 3 മണിയോടെയാണ് തിരുവല്ല വെള്ളൂർ ജംഗ്ഷനിൽ ഇത്തരത്തിൽ കഴുത്തിൽ കുരുങ്ങി ആലപ്പുഴ സ്വദേശി സിയാദ് എന്നൊരാൾ മരണപ്പെടുന്നത്. ഘട്ടത്തിൽ ഇയാളുടെ കുടുംബവും മക്കളും ഒപ്പം വണ്ടിയിലുണ്ടായിരുന്നു. ഈ അപകടത്തിൽ നിന്ന് കുടുംബം കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത്. ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകി വീട്ടിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ഈ സിയാദിൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും വലിയൊരു അനാസ്ഥയാണ്. മനുഷ്യൻ വിളിച്ചു വരുത്തിയൊരു ദുരന്തം എന്ന് തന്നെ പറയാം, മനുഷ്യനിർമ്മിത ദുരന്തം എന്ന് തന്നെ പറയാം. ആ വിഷയത്തിലാണ് ഇപ്പോൾ കരാറുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. നിങ്ങൾ 24 സ്ക്രീനിൽ കണ്ട ചിത്രം മരിച്ച തകഴിക്കാരൻ സിയാദിൻ്റേതാണ്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് തിരുവല്ലയിലെ കവിയൂർ സ്വദേശി പി കെ രാജനാണ്.